പാചകവാതക വിലവർദ്ധനവ് ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധിയാകുന്നു. 19 കിലോ ഭാരമുള്ള LPG വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ ഒറ്റയടിക്ക് 993 രൂപയുടെ വിലവർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഹോട്ടൽ മേഖലയെ തകർക്കുന്ന വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മെയ് 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ 19 കിലോ ഭാരമുള്ള LPG വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ ഒറ്റയടിക്ക് 993 രൂപയുടെ വിലവർദ്ധനവ് വരുത്തിയത് ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഈ വിലക്കയറ്റം ഹോട്ടൽ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വില കൂടിയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് 1000 രൂപ അടുത്ത് കൂടി ഒരു സിലിണ്ടറെ കൂടി എല്ലാ കടക്കാർക്കും 2, 3, 4 കുറ്റിയൊക്കെ വേണ്ടി വരും. അത്ര എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ആ പൈസ ആൾക്കാരെ മേടിക്കാനായിട്ട് ബുദ്ധിമുട്ട്. എല്ലാ രീതിയിലും കഷ്ടപ്പാടാണ്. അത്ര സ്റ്റാഫിനെ വെച്ച് വാടക കൊടുക്കേണ്ടവരാണ് വാടക കൊടുത്തും നമുക്കിന് വാടക കൊടുക്കേണ്ടാത്തതുകൊണ്ട് അത്ര ഇതുള്ളൂ. പുതിയ വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. ശരാശരി ഹോട്ടലിന് ഒരു ദിവസം 4 സിലിണ്ടർ വരെ ഗ്യാസ് വേണം. ഇങ്ങനെ 4 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഇടത്തരം ഹോട്ടലുകൾക്ക് ഒരു മാസം ഗ്യാസ് ഇനത്തിൽ മാത്രം 1.5 ലക്ഷം രൂപ അധികം ചിലവ് വരും. ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 1800 രൂപയായിരുന്ന സിലിണ്ടർ വിലയാണ് 3100 കൂടിയിരിക്കുന്നത്. ചെറുകിട ഇടത്തരം ഹോട്ടലുകളെയും ഇവിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെയുമാണ് വിലക്കയറ്റം ബാധിക്കുക. തൊഴിലാളികൾ, ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റും തൊഴിലെടുക്കുന്ന, ഭക്ഷണത്തിന് സ്ഥിരം ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ജീവനക്കാർ എന്നിവർക്ക് വിലക്കയറ്റം വൻ ദുരിതമാണ് സമ്മാനിക്കുക. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.